الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു തൗബയിലെ സൂക്തം 74. أعوذ بالله من الشيطان الرجيم. يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بما لم ينالوا وما نقموا إلا أن أغناهم الله ورسوله من فضله فإن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. യഹ്ലിഫൂന ബില്ലാഹി, അവർ അള്ളാഹുവിനെ കൊണ്ട് ആണയിടുന്നു, സത്യം ചെയ്യുന്നു. മാ ഖാലു, അവർ പറഞ്ഞിട്ടില്ല എന്ന്. വലഖദ് ഖാലു, തീർച്ചയായും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. കലിമത്തൽ കുഫ്രി, നിഷേധത്തിൻ്റെ വാക്ക്. വകഫറു ബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാം അംഗീകരിച്ചതിന് ശേഷം നിഷേധിക്കുകയും ചെയ്തു. വഹമ്മു ബിമാ ലം യനാലു, വഹമ്മു അവർ ഉദ്ദേശിച്ചു. ബിമാ ലം യനാലു, അവർക്ക് നേടാനാകാത്തത് കൊണ്ട് അവർ വിചാരിക്കുകയും ചെയ്തു. വമാ നഖമു, അവർ വിരോധം പുലർത്തിയിട്ടില്ല. ഇല്ലാ അൻ അഗ്നാഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് ഗിന, ഐശ്വര്യം നൽകിയത് കൊണ്ടല്ലാതെ. റസൂലുഹു, അവൻ്റെ ദൂതനും. മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്. ഫഇൻ യതൂബു, അവർ തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ, യകു, അതാകും, ഖൈറൻ ലഹും, അവർക്ക് ഉത്തമം. വഇൻ യതവല്ലവ, അവർ പിന്തിരിയുകയാണെങ്കിലോ, യുഅദ്ദിബുഹുമുല്ലാഹു, അല്ലാഹു അവരെ ശിക്ഷിക്കും. അദാബൻ അലീമൻ, വേദനയുള്ള ശിക്ഷ. ഫിദ്ദുന്യാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. വമാ ലഹും, അവർക്കുണ്ടാവുകയില്ല. ഫിൽ അർദി, ഭൂമിയിൽ. മിൻ വലിയ്യിൻ, ഒരു രക്ഷകനും. വലാ നസീർ, സഹായിയും. ഒന്നുകൊണ്ട് അർത്ഥം പറയാം. യഹ്ലിഫൂന ബില്ല, ഹലഫ യഹ്ലിഫു, ആണയിട്ട് പറയുക, സത്യം ചെയ്യുക. ഓക്കെ. യഹ്ലിഫൂന ബില്ലാഹി, അവർ അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ട് പറയും. മാ ഖാലു, പറഞ്ഞിട്ടില്ലെന്ന്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന്. വലഖദ് ഖാലു കലിമത്തൽ കുഫ്രി, അവരാവട്ടെ നിഷേധത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. വകഫറു ബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാം അംഗീകരിച്ചതിന് ശേഷം നിഷേധിച്ചു. വഹമ്മു ബിമാ ലം യനാലു, അവർക്ക് നേടാനാകാത്തത് ചെയ്യാൻ തുനിഞ്ഞു. ഹമ്മ, ഉദ്ദേശിച്ചു, കരുതി, തുനിഞ്ഞു. ബിമാ ലം യനാലു, നേടാനാകാത്തത്. വമാ നഖമു, അവർ വിരോധം പുലർത്തിയിട്ടില്ല. ഇല്ലാ അൻ അഗ്നാഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് ഗിന, ഐശ്വര്യം നൽകിയത് കൊണ്ടല്ലാതെ. റസൂലുഹു, അവൻ്റെ ദൂതനും. മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്നും, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും. ഫഇൻ യതൂബു യകു ഖൈറൻ ലഹും, അവർ തൗബ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് നല്ലത്. വഇൻ യതവല്ലൗ, അല്ല പിന്തിരിയുകയാണെങ്കിലോ, യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമൻ ഫിദ്ദുന്യാ വൽ ആഖിറ, അല്ലാഹു ഇഹലോകത്തും പരലോകത്തും അവരെ വേദനിപ്പിക്കുന്ന ശിക്ഷ ശിക്ഷിക്കും. വമാ ലഹും ഫിൽ ആഖിറത്തി ഫിൽ അർദി, അവർക്ക് ഭൂമിയിൽ ഉണ്ടാവുകയില്ല. മിൻ വലിയ്യിൻ, ഒരു വലിയും ഉണ്ടാവില്ല, ഒരു രക്ഷകനും ഉണ്ടാവുകയില്ല. വലാ നസീർ, ഒരു സഹായിയും ഉണ്ടാവുകയില്ല. മുനാഫിഖീങ്ങൾ ഒരുപാട് ആൾക്കാർ യുദ്ധത്തിന് പോകാതെ പുറപ്പെടാതെ മാറി നിന്നു.
എന്നാൽ ചിലരൊക്കെ പോകുന്ന അവസരത്തിലും വിശ്വാസികളുടെ ആത്മവീര്യം കെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചുകൊണ്ട് കൂടെ പോവുകയും ചെയ്തിട്ടുണ്ട്. യഹലിഫൂന ബില്ലാഹി മാ ഖാലു, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും യുദ്ധയാത്രയെ സംബന്ധിച്ചൊക്കെ പറയാൻ പാടില്ലാത്തത് ഇങ്ങനെ പറയും. അത് സഹാബികളുടെ ചെവിയിലെത്തും. ചിലതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയും. എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവരിൽ ഇല്യാസ് ബിനു സുഹൈദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇല്യാസ് ബിനു സുഹൈദ് മുനാഫിഖ്. അദ്ദേഹം പിന്നീട് പശ്ചാത്തപിച്ചു കേട്ടോ. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ഒരുമ്പെടുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് വരുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. മുനാഫിഖീങ്ങൾ കുറേ ആളുകൾ, ചിലവരൊക്കെ മനമില്ലാ മനസ്സോടെ പോയിട്ടുമുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ഇവരെ യുദ്ധത്തിന് പുറപ്പെടാത്തവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ മുഹമ്മദിന് എന്തിൻ്റെ കേടാ? അയാളുടെ കണക്കുകൂട്ടലനുസരിച്ച് നമ്മളൊക്കെ ഒരു കഴുതാൾ, അയാൾ വലിയ ബുദ്ധിയുള്ള ആൾ. നമ്മളെപ്പോലെ ഇവിടെ പ്രമാണിമാർ, സമ്പത്തുള്ളവർ, സൗകര്യമുള്ളവർ നമ്മളൊക്കെ ആക്ഷേപിക്കുമ്പോൾ അയാളൊന്ന് കരുതണ്ടേ എന്ന തരത്തിൽ വർത്തമാനം പറഞ്ഞു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ യുദ്ധത്തിന് പോകുകയാണത്രേ. എവിടേക്ക്? റോമൊക്കെ. വിവരം അറിയും. ഇങ്ങനെയൊക്കെ പരിഹസിക്കുക. ഈ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പലപ്പോഴും സഹാബികളുടെ ചെവിയിലെത്തും. സഹാബികളുടെ ചെവിയിലെത്തിയാൽ വല്ലവർക്കും വല്ലാത്ത വേദനയാണത്. റസൂലിനോട് ശ്രദ്ധയിൽപ്പെടുത്തി ഇവരെ ശിക്ഷിക്കണം എന്നുള്ളതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചു, ഇല്യാസിനെ വിളിച്ചു, കാര്യം അന്വേഷിച്ചു. അപ്പോൾ അയാൾ പറയാം, ഞാൻ പറഞ്ഞിട്ടില്ല. നുണ പറയാൻ ഒരു മടിയില്ല മുനാഫിഖീങ്ങൾക്ക്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് സത്യം പറഞ്ഞിട്ടില്ല. യഹ്ലിഫൂന ബില്ലാഹ്, അവർ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയും മാ ഖാലു, പറഞ്ഞിട്ടില്ലെന്ന്. ഇതുപോലെ പലതും മാ ഖാലു, പറഞ്ഞിട്ടില്ല. മാ എന്നുള്ള നിഷേധാർത്ഥം. യഹ്ലിഫൂന, ഹലഫ്, സത്യം ചെയ്യാൻ, ആണയിടുക. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നവർ പറയും. വലഖദ് ഖാലു, അവർ പറഞ്ഞിട്ടുണ്ട്. കലിമത്തൽ കുഫ്രി, കുഫ്റിൻ്റെ വാക്ക്, നിഷേധത്തിൻ്റെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പരസ്യമായി ധിക്കരിക്കുകയും അദ്ദേഹത്തെ അവഹേളിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്താൽ പിന്നെ എന്താണ്? കുഫറാണ്. അതാണ് കലിമത്തൽ കുഫർ. ഇത് ഒരു ഉദാഹരണം. ഇതുപോലെ അവരുടെ ഇടയിൽ തന്നെ ഒരു മുറുമുറുപ്പും വെറുപ്പും ഒക്കെ ഉണ്ട്. അതാണ് വലഖദ് ഖാലു കലിമത്തൽ കുഫ്രി, കുഫറിൻ്റെ വാക്ക് പറഞ്ഞതാ. വകഫറു, അവർ നിഷേധിച്ചു. ബഅദ ഇസ്ലാമിയും, ഇസ്ലാം സ്വീകരിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പിന്നെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നാൽ ഉള്ളിൽ ഇസ്ലാമില്ല, പുറമേക്ക് ഇസ്ലാം പ്രകടിപ്പിക്കും. അതെന്തിനാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുകയും അദ്ദേഹം ഇവിടുത്തെ അധിപനാവുകയും ബൈത്തുൽ മാൽ ധാരാളമായി വരികയും ചെയ്ത് അതൊക്കെ കിട്ടും ദുന്യാവിന് വേണ്ടിയിട്ട്. അതാണ് വകഫറു ബഅദ ഇസ്ലാമിഹിം വഹമ്മു, അവർ വിചാരിച്ചു, അവർ ഉദ്ദേശിച്ചു, അവർ തീരുമാനിച്ചു. ബിമാലം യനാലു, അവർക്ക് നേടാനാകാത്തത്. അപ്പോൾ നേടാനാകാത്തതിന് തുനിഞ്ഞു. എന്താണ് അവർക്ക് നേടാനാകാത്തത്? അവർ തുനിഞ്ഞത് എന്തിനാ? അവർ തുനിഞ്ഞ രണ്ട് കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു മലഞ്ചെരുവിലൂടെ ചെരിഞ്ഞ പ്രദേശത്തു കൂടെ സഞ്ചരിക്കും. അവിടെ അദ്ദേഹത്തെ അപായപ്പെടുത്തണം. ആ മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് ഉന്തി താഴേക്ക് ഇട്ടാൽ ഉരുണ്ട് താഴെ പോയി ജീവൻ പോയിക്കൊള്ളും. ഇത് മുനാഫിഖീങ്ങൾ തീരുമാനിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അനുയായികളോട്, സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ നേർക്ക് നേരെയുള്ള വഴിക്ക് പോയിക്കോളും, മരുഭൂമിയിലൂടെ തന്നെ പോയിക്കോളും, മലഞ്ചെരുവിലെ പോട്ടെ, ഞാൻ അതിൽ തന്നെ പോകണത്, എന്താ ചെയ്യാൻ നോക്കണമല്ലോ. കൂട്ടുകാരെ അപകടത്തിൽപ്പെടുത്താൻ അദ്ദേഹം സന്നദ്ധനല്ല. അദ്ദേഹം മലഞ്ചെരുവിലൂടെ തന്നെ വന്നു. തൻ്റെ കൂടെ രണ്ട് സഹാബിമാരെയും കൂട്ടി, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരെയും കൂട്ടി. അമ്മാർ റളിയല്ലാഹു അൻഹു, അതന്നെ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് രണ്ടുപേരും കൂടെ 3 പേരും കൂടെ മലഞ്ചെരുവിലൂടെ അങ്ങനെ പോയിട്ട് റസൂല് മുന്നക്ക് നിൽക്കണം. മറ്റവരോട് പറഞ്ഞു, നിങ്ങൾ നിരീക്ഷിക്കണം പുറകിൽ ആരാണുള്ളതെന്ന്. ഇടയ്ക്ക് പുറകിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു അവരെ തുരത്തി ഓടിച്ചു. അവർ റസൂലിൻ്റെ പുറകിൽ പതുങ്ങി വരികയാണ് അദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവരെ തുരത്തി ഓടിച്ചു. ഇതാണ് ഒന്ന്.
റസൂലിനെ കൊല്ലാൻ. ഹമ്മു അവർ തുനിഞ്ഞു, അവർ ഉദ്ദേശിച്ചു. ബിമാ ലം യനാലു അവർക്ക് ചെയ്യാനാകാത്ത കാര്യം. രണ്ടാമത്തെ കാര്യം അബ്ദുല്ലാഹ് ബിൻ ഉബയ്യിനെ നമ്മൾ മദീനയിൽ മടങ്ങി എത്തിയാൽ അവിടുത്തെ രാജാവായിട്ട് വാഴിക്കണം. അതും അവർ തീരുമാനിച്ചതാണ്. അതും നടന്നില്ല. അതാണ് ഹമ്മു അവർ ഉദ്ദേശിച്ചു, അവർ തുനിഞ്ഞു, അവർ തീരുമാനിച്ചു. ബിമാ ലം യനാലു അവർക്ക് യനാലു പറഞ്ഞാൽ നേടാനാകാത്തത് അവർ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ അവർ തുനിഞ്ഞു. വമാ നഖമു അവർക്ക് പിന്നെ വമാ നഖമു മിൻ സൂറത്തുൽ ബുറൂജിൽ നമ്മൾ ഓതലില്ല. വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വിരോധം പുലർത്തുക, പക പുലർത്തുക. വമാ നഖമു അവർ പക പുലർത്തിയിട്ടില്ല, അവർ വിരോധം വെച്ചിട്ടില്ല. ഇല്ലാ അഗ്നാഹുമുല്ലാഹു അള്ളാഹു അവർക്ക് ഐശ്വര്യം ധനം നൽകി എന്നുള്ളത് കൊണ്ടല്ലാതെ റസൂലുഹു അദ്ദേഹത്തിൻ്റെ ദൂതനം അവരെ ഇസ്ലാമിലേക്ക് തിരികെ കൊണ്ടുവരാൻ, നിഷ്കളങ്കരായ മുഅ്മിനീങ്ങളാക്കാൻ അവരെ പരിഗണിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുത്ത് വരുന്ന ബൈത്തുൽ മാലിൽ നിന്ന് അവരെ നല്ലവണ്ണം പരിഗണിച്ച് അവർക്ക് നൽകുന്നുണ്ട്. എന്നിട്ടും അവർ വിരോധം വെച്ച് പുലർത്തും. അത് കിട്ടുമ്പോൾ അവർ നല്ലവർ, കിട്ടാതെ ആകുമ്പോൾ അവർ ഒഴിഞ്ഞു പോയാൽ അവർ പിന്നെയും വിരോധികളാകുക. അതാണ് വമാ നഖമു മിൻഹും. നമ്മൾ പറയാറുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് അവനിപ്പോൾ ആ പണി കാട്ടിയത് എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ള ഒരു പ്രയോഗമാണത്. വമാ നഖമു മിൻഹും അവർ വമാ നഖമു ഇല്ലാ യുഅ്മിനു ഇല്ലാ അഗ്നാഹുമുള്ള അള്ളാഹു അവർക്ക് ഗിന ഐശ്വര്യം അഥവാ പണം, സൗകര്യം, സമ്പത്ത് ഒക്കെ നൽകി എന്നുള്ളത് കൊണ്ടല്ലാതെ അവർ വിരോധം വെച്ച് പുലർത്തുന്നില്ല. റസൂലുഹു അവൻ്റെ ദൂതനും. അള്ളാഹു നൽകിയെന്ന് അള്ളാഹു അവൻ്റെ ദൂതനെ ഏൽപ്പിച്ചതാണല്ലോ നൽകണമെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ദൂതനെയും അള്ളാഹുവിൻ്റെ ദൂതനെയും എടുത്തു പറയുന്നത്. ഇല്ല അൻ അഗ്നാഹുമുല്ലാഹു വ റസൂലുഹു മിൻ ഫദ്ലി. ആരുടെയാണ് ഈ ഔദാര്യം? അള്ളാഹുവിൻ്റേതാണ്. യുദ്ധാർജിത മുതലുകളൊക്കെ ധാരാളമായി വരുന്നു, സക്കാത്ത് വരുന്നു, സ്വതക്ക വരുന്നു. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിപൂർവ്വം വിഭജിക്കുന്നു. അതിൽ മുസ്ലിമീങ്ങളാണെന്നുള്ള നിലക്ക് മുനാഫിഖീങ്ങളിലെ പാവങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവരുടെ മനസ്സ് അടുക്കുകയില്ല, അവർ വിരോധം വെച്ച് പുലർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യവും ഔദാര്യവും സമ്പത്തും അവർക്ക് കിട്ടിയിട്ടാണല്ലോ അവരത് ചെയ്യുന്നത്. യതൂബു അവർ തൗബ ചെയ്യുകയാണെങ്കിൽ യകു ഖൈറൻ ലഹും അത് അവർക്ക് നല്ലതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇല്യാസ് ബിനു സുഹൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിൽക്കാലത്ത് പശ്ചാത്തപിച്ചു, സത്യസന്ധനായ മൂമിനായി അങ്ങനെയുണ്ട്, മൂമിനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഫഇൻ യതൂബു യകു ഖൈറൻ ലഹും. യകു എന്നാൽ യകൂനു എന്നുള്ള ഉദ്ദേശം ആണ്, അവർക്കാകും. ഫഇൻ യതൂബു അവർ തൗബ ചെയ്താൽ, ഇന്ന ആൽ എന്നുള്ള അർത്ഥത്തിനും ഫഇൻ യതൂബു അവർ തൗബ ചെയ്യുകയാണെങ്കിൽ യകു അതായിത്തീരും ഖൈറൻ ലഹും അവർക്ക് ഖൈർ. വമാ ലഹും അങ്ങനെ തൗബ ചെയ്യണില്ലെങ്കിലോ വമാ ലഹും അവർക്കുണ്ടാവുകയില്ല ഫിൽ അർദി ഭൂമിയിൽ, ഈ നാട്ടിൽ. അവർ പിന്തിരിഞ്ഞു പോയാലോ യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമാ അള്ളാഹു അവരെ വേദനയുള്ള ശിക്ഷ ശിക്ഷിക്കും. ഫിദ്ദുനിയ വൽ ആഖിറ ദുനിയാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. ദുനിയാവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഘത്തിൻ്റെയും കൈകളാൽ അവർ ശിക്ഷിക്കപ്പെടും. ഫിൽ ആഖിറ പരലോകത്തും വൽ ആഖിറ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതായാലും ഉണ്ടാകും. വമാ ലഹും ഫിൽ അർദി ഭൂമിയിൽ അവർക്കുണ്ടാവുകയില്ല മിൻ വലിയൻ ഒരു രക്ഷകനും, അവരെ തുണക്കാൻ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവർ തീർത്തും ഒറ്റപ്പെട്ടു പോകും. വലാ നസ്രീർ സഹായിയും ഉണ്ടാവുകയില്ല. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് അവർ സത്യം ചെയ്ത് പറയും. വലഖദ് ഖാലു കലിമത്തൽ കുഫ്രി അവർ നിഷേധത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. വകഫറു ബഅദ ഇസ്ലാമിഹിം ഇസ്ലാം അംഗീകരിച്ചതിന് ശേഷം അവർ നിഷേധിക്കുകയും ചെയ്തു. വഹമ്മു ബിമാ ലം യനാലു അവർക്ക് നേടാനാവാത്തതിന് അവർ തുനിഞ്ഞു. വമാ നഖമു അവർ വിരോധം പുലർത്തിയില്ല ഇല്ലാ അൻ അഗ്നാഹുമുല്ലാഹു വറസൂലുഹു മിൻ ഫദ്ലി അള്ളാഹുവും അവൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ധനം നൽകി എന്നുള്ളത് കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ ഐശ്വര്യം നൽകി എന്നുള്ളത് കൊണ്ടല്ലാതെ. ഫഇയതൂബു ഖൈറൻ ലക്കും അവർ തൗബ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഉത്തമമാണ്. വഇൻ യതവല്ലവു അവർ പിന്തിരിഞ്ഞു പോയാലോ യുഅദ്ദിബുഹുമുല്ലാഹു അദാബൻ അലീമൻ
അള്ളാഹു വേദനയുള്ള ശിക്ഷ ശിക്ഷിക്കും. ഫിദ്ദുന്യ ഇഹലോകത്തുമുണ്ടാകും, വൽ ആഖിറ പരലോകത്തും. വമാലഹും ഫിൽ ആഖിറത്തി ഈ ഭൂമിയിൽ അവർക്കുണ്ടാവും. വമാലഹും ഫിൽ അർദി ഈ ഭൂമിയിൽ അവർക്കുണ്ടാവുകയില്ല. മീൻ വലിയ ഒരു രക്ഷകനും ഉണ്ടാവുകയില്ല, ഒരു മിത്രവും ഉണ്ടാവുകയില്ല. വലാ നസീർ സഹായിയും ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാപട്യം എന്ന രോഗത്തിൽ നിന്ന് നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുസ്ലിം സമുദായത്തെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽനാ വദക്കിർനാ മിൻഹു മാ നുസ്സീനാ വർസുഖ്നാ തിലാവതഹു ആനാഅ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സഅത് മുസ്തഖറ വമുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.